ഹായ് വെൽക്കം ബാക്ക് ടു മാസ്റ്ററിംഗ് ഹബ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCOS 183യുടെ യൂണിറ്റ് 5 ആൻഡ് 6 7ലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ അത്യാവശ്യമായിട്ടുള്ള എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അധികം ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് വാരിയസ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. അത് 5th ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. അതിൽ വരുന്നത് DBMS അഥവാ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൻ്റെ ഡെഫിനിഷനും ഫംഗ്ഷൻസും പഠിച്ച് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഒരു 20 മാർക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എഴുതാൻ പറ്റും. അപ്പം എന്താണ് ഡാറ്റാബേസ് അഥവാ DBMS എന്ന് പറയുന്നത്? ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിനും കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നതിനും ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഡാറ്റാബേസും അതുപോലെ യൂസേഴ്സും അല്ലെങ്കിൽ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ തമ്മിൽ ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നു. അതുപോലെ ഉറപ്പ് വരുത്താണ് ഡാറ്റയുടെ കൺസിസ്റ്റൻസിയും അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നും ഈസിലി ആക്സസിബിൾ ആണെന്നുള്ളത് ഉറപ്പ് വരുത്താണ് DBMS. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊരു 4 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതിയാവും. ഡാറ്റ സ്റ്റോറേജ്, റിട്രീവൽ ആൻഡ് അപ്ഡേറ്റ്, അതുപോലെ ഡാറ്റ ഡെഫിനിഷൻ ഇതിനകത്ത് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഡാറ്റ മാനിപ്പുലേഷൻ എന്താണ്, എനേബിൾ, ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് അപ്ഡേഷൻ ഓഫ് ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ, ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ഇതിലേതെങ്കിലും ഒരു 4 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതിയാകും. ഇനി അടുത്തത് RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇവിടെ പറയുന്നത് ഡാറ്റാബേസിന് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഒരു ടേബിൾ ഫോമിൽ റോലും കോളത്തിലായിട്ടാണ് ഡാറ്റാബേസിന് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോറേജ് ഇൻ ടേബിൾ, ഡാറ്റ മാനിപ്പുലേഷൻ, അതുപോലെ ഡാറ്റ ഇൻറ്റഗ്രിറ്റി, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി, ഇതൊക്കെയാണ്. ഇതിലും ഒരു 4 പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. ഇതിൻ്റെ എക്സാമ്പിൾസ് MySQL, Oracle, SQL സെർവർ ഒക്കെയാണ്. ഇനി DSS എന്ന് പറഞ്ഞാൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ലാർജ് വോളിയം ഓഫ് ഡാറ്റ അനലൈസ് ചെയ്ത് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡിസിഷൻ സപ്പോർട്ട് അഥവാ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അഥവാ DSS എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ്: ഡാറ്റ കളക്ഷൻ, സ്റ്റോറേജ്, ഡാറ്റ അനലൈസിസ് ആൻഡ് പ്രോസസ്സിംഗ്, സപ്പോർട്ട് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ്. ടൈപ്പ് ഓഫ് DSS വരുന്നത് ഡാറ്റ ഡ്രിവൻ DSS, മോഡൽ ഡ്രിവൻ DSS, നോളജ് ഡ്രിവൻ DSS, ഡോക്യുമെൻറ്റ് ഡ്രിവൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡ്രിവൻ DSS. അതിൻ്റെ എക്സാമ്പിൾ വന്നിരിക്കുന്നത് ബിസിനസ് ഇൻ്റലിജൻറ്റ് ടൂൾസ് അഥവാ DSSൻ്റെ എക്സാമ്പിൾസ് ആണ്. ബിസിനസ് ഇൻ്റലിജൻറ്റ് ടൂൾസ്, ഫിനാൻഷ്യൽ പ്ലാനിങ് സോഫ്റ്റ്വെയർസ്, ഹോസ്പിറ്റൽ ഡയഗ്നോസ്റ്റിക് സിസ്റ്റംസ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റംസ്. അടുത്തത് ERP, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ബിസിനസ്സിൻ്റെ കോർ ബിസിനസ് പ്രോസസ്സുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് ERP എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ലൈക്ക് എന്തൊക്കെ HR, മാനുഫാക്ചറിങ്, സപ്ലൈ ചെയിൻ, സെയിൽസ്, ഇതിനൊക്കെ ഒറ്റ സിംഗിൾ സിസ്റ്റമായിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഒരു ഓർഗനൈസേഷനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓർഗനൈസേഷനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ മാനേജ് റിസോഴ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് ഇംപ്രൂവ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി. ERPയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് ബിസിനസ് പ്രോസസ്സ്, ഡാറ്റ മാനേജ്മെൻറ്റ്, ഓട്ടോമേഷൻ, റിയൽ ടൈം റിപ്പോർട്ടിംഗ്, ഇതൊക്കെയാണ്. അതിൻ്റെ മോഡൽ ഓഫ് ERP എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സസ്, സെയിൽ ആൻഡ് മാർക്കറ്റിംഗ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്, പ്രൊഡക്ഷൻ പ്ലാൻ, ഇതിലൊക്കെ എന്തുണ്ട്? ERP ഉണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ SAP, Oracle, ടാലി, ERP, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത MIS അഥവാ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതെന്നു ഇറ്റ് കളക്ട്സ്, പ്രോസസ് ആൻഡ് പ്രസൻറ്റ് ഡാറ്റ ഇൻ സ്ട്രക്ചേർഡ് വേ ടു സപ്പോർട്ട് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രോസസ്സിങ്, ഇൻഫർമേഷൻ സ്റ്റോറേജ്, റിപ്പോർട്ട് ജനറേഷൻ, ഡിസിഷൻ സപ്പോർട്ട്. ടൈപ്പ് ഓഫ് MIS എന്തൊക്കെയാണ്? റിപ്പോർട്ട്സ് എന്തൊക്കെയാണ്? ഷെഡ്യൂൾഡ് റിപ്പോർട്ട്സ്, അതുപോലെ ഓൺ ഡിമാൻഡ് റിപ്പോർട്ട്സ്, എക്സ്പെക്റ്റേഷൻ റിപ്പോർട്ട്സ്, ഫോർകാസ്റ്റിംഗ് റിപ്പോർട്ട്സ്. എക്സാമ്പിൾ പറയുന്നത് ഈ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസിൻ്റെ യൂസ് എന്തൊക്കെയാണ്? സെയിൽ ട്രാക്കിംഗ് സിസ്റ്റം, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ടൂൾസ്, ഇൻവെൻട്രി മോണിറ്ററിംഗ് സിസ്റ്റം, എംപ്ലോയി പെർഫോമൻസ് ഡാഷ്ബോർഡ്സ്, ഇതൊക്കെയാണ്. അടുത്ത GDPR അഥവാ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ആണ്. യൂറോപ്യൻ എൻഫോഴ്സ്ഡ് ബൈ ദി യൂറോപ്യൻ യൂണിയൻ ആണ്. നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ GDPR എന്ന് പറയുന്നത് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ ആണ്, എൻഫോഴ്സ്ഡ് ബൈ ദി യൂറോപ്യൻ യൂണിയൻ. അത്ര എഴുതുക. പിന്നീട് അതിൻ്റെ ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ എഴുതുക. ലോഫുൾ, ഫെയർനെസ് ആൻഡ് ട്രാൻസ്പെറൻസി, ഇതൊക്കെ എഴുതുക. ഡാറ്റ മിനിമൈസേഷൻ, ആക്യുറസി, സ്റ്റോറേജ് ലിമിറ്റേഷൻസ്, ഇതൊക്കെയാണ്. ഇനി
കീ റൈറ്റ്സ് അണ്ടർ GDPR എന്തൊക്കെയാണ്? റൈറ്റ് ടു ആക്സസ്, റൈറ്റ് ടു റെക്ടിഫിക്കേഷൻ, റൈറ്റ് ടു ഇറാഷ്വർ, ഇതൊക്കെയാണ്. അടുത്തത് സൈബർ സെക്യൂരിറ്റി ഡെഫിനിഷൻ. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റാക്ക് നൽകുന്ന പ്രൊട്ടക്ഷനാണ്. നമ്മൾ സിസ്റ്റത്തിലും നെറ്റ്വർക്കിലും ഉണ്ടാകുന്ന അൺഓതറൈസ് ആക്സസ് ടു സൈബർ അറ്റാക്സിനെതിരെയോ നൽകുന്ന പ്രൊട്ടക്ഷൻ നൽകുന്നതിന് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഒരു പാരാഗ്രാഫ് എഴുതുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അതിൻ്റെ കോമ്പോണൻസ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതുപോലെ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി. നിങ്ങൾക്ക് എന്താ അറിയുന്നത് അതുപോലെ എഴുതി, ഇതിലുള്ള തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന എന്തോ അവിടെ എഴുതി വെക്കാം. ഡാറ്റ എൻക്രിപ്ഷനോ അങ്ങനെ എന്തൊക്കെ അറിയാം, യൂസ് സ്ട്രോങ് പാസ്വേഡ്, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ എഴുതാം, അറിയുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കുക. സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്? ഫയർവാൾ ആൻഡ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, റെഗുലർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആൻഡ് പാച്ച് മാനേജ്മെൻറ്റ്, എംപ്ലോയി അവയർനെസ്. എംപ്ലോയീസിനെ എന്താണ് സൈബർ സെക്യൂരിറ്റിനെ കുറിച്ച് അവെയർ ആയിരിക്കാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്യാം. സെക്യൂർ ഡാറ്റ ബാക്കപ്പ്, ആക്സസ് കൺട്രോൾ പോളിസീസ്, മോണിറ്ററിങ് ആൻഡ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് പ്ലാനിങ്. സൈബർ സെക്യൂരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ കീ കോമ്പോണൻസ്, പിന്നെ അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കാം. ഇനി ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എന്താണ് അയാളുടെ ഐഡൻറ്റിറ്റി മോഷണം പോകുന്നത്, ലൈക്ക് എന്താണ് ക്രെഡിറ്റ് കാർഡ് നമ്പറോ അതുപോലെ പിൻ നമ്പറൊക്കെ മോഷണം പോകുന്നതാണ്. അത് പിന്നീട് അത് തേർഡ് പേഴ്സൺ അത് ഫ്രോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെയാണ് ചെയ്യേണ്ടത്. സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യുക, അതുപോലെ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിരിക്കുക, അതുപോലെ സെക്യൂർഡ് അല്ലാത്ത വെബ്സൈറ്റുകൾ കയറാതിരിക്കുക, ഇതൊക്കെയാണ്. ഇനി ഐഡൻറ്റിഫിക്കേഷൻ, ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ IT മെഷർമെൻറ്റിൽ IT സൈബർ സെക്യൂരിറ്റിയിൽ വരുന്നത് തന്നെയാണ്. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിറ്റി ക്ലെയിം ചെയ്യുകയാണ്. നമ്മളൊരു വെബ്സൈറ്റിൽ കയറുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി ക്ലെയിം ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുകയാണ്. എങ്ങനെ? എൻറ്ററിങ് പാസ്വേഡ് ഓർ OTP. ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡിങ് ആക്സസ് ടു റിസോഴ്സസ് ബേസ്ഡ് ഓൺ ദ വെരിഫൈഡ് ഐഡൻറ്റി. നമ്മൾ വെരിഫൈഡ് ചെയ്ത ഐഡൻറ്റിറ്റിയുടെ പ്രകാരം നമ്മൾക്ക് റിസോഴ്സിലേക്ക് ആക്സസ് നൽകുന്നതാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത 6 എസെൻഷ്യൽ സെക്യൂരിറ്റി ആക്ഷൻസ് ഫോർ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യൂസ് സ്ട്രോങ് ആക്സസ് കൺട്രോൾ, പാസ്വേഡ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് എന്താണ്, ഇത് തന്നെ എഴുതണം എന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന എന്തോ എഴുതി വെക്കാം. അതുപോലെ ഫയർവാള്, ബാക്കപ്പ്, അതുപോലെ ട്രെയിൻ എംപ്ലോയീസ്, മോണിറ്റർ റെസ്പോണ്ട് ത്രെഡ്സ്, സെക്യൂർ ഓൾ ഡിവൈസസ്, യൂസ് സ്ട്രോങ് പാസ്വേഡ്, അങ്ങനെ എന്തൊക്കെ നമുക്ക് സെക്യൂരിറ്റി മെഷർമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കാം. ഇനി പിന്നെ വരാൻ സാധ്യതയുള്ള ക്യാപ്ച അല്ലെങ്കിൽ വൺ ടൈം പാസ്വേഡ് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ക്യാപ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു വെബ്സൈറ്റിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് ക്യാപ്ച പല ടൈപ്പിലുണ്ട്. അങ്ങനെയുണ്ട്, പിന്നെ ഇമേജ് ക്യാപ്ച ഉണ്ട്, ഓഡിയോ ക്യാപ്ച ഉണ്ട്, മാത്തമാറ്റിക്സ് ക്യാപ്ച ഉണ്ട്. അപ്പം നമ്മളത് ഹ്യൂമൺ ആണ് ഇത് യൂസ് ചെയ്യുന്നുള്ള ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് ക്യാപ്ച ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിനാണ് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ഇനി OTP എന്ന വൺ ടൈം പാസ്വേഡ് അതെന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അറിയുന്ന കാര്യം ഇവിടെ എഴുതിയേക്കാം. അപ്പം ഈ PDF വേണമെന്നുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 100 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്.